നമ്മൾ ഏത് അരിയാണെന്നുണ്ടെങ്കിലും കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ളത് എടുക്കുക. ഇത് ഞാൻ പച്ചരി 2 നാഴി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആപ്പത്തിനൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അത് നന്നായി കഴുകി ഒരു 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളമൊഴിച്ച് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഇതുകൂടെ കൈയോട് നന്നായി ഒന്ന് നല്ല ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പാല് പോലെ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു അരിയുടെ ഇത് മുഴുവനായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇങ്ങനൊരു വെള്ളം നമുക്ക് കിട്ടും. ഈ വെള്ളം നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ മുഖത്തും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാനും ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പാക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ തലയിൽ കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്ത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ലോണം തിക്കോടുകൂടി വളരാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യുക, കയ്യിലും കാലിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അതേപോലെ തന്നെ ആ ഒരു അരിയിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ അരിയും ആ ഒന്ന് തന്നെ കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലൊരു കോട്ടൻ്റെ തുണി ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ അരച്ച മാവ് മുഴുവൻ അതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ചണ്ടിയെല്ലാം മാറിയ ഒരു വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടും. നല്ല തിക്കായിട്ടുള്ളൊരു തേങ്ങാപ്പാലോ പാല് പോലെയൊക്കെ നമുക്ക് കിട്ടും. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ അളവിൽ ഗ്ലിസറിനും അതുപോലെ 1 സ്പൂൺ അളവിൽ റോസ് വാട്ടറും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഫേസിലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് നല്ലൊരു സ്കിൻ സെറമാണ് കേട്ടോ. നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മളൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും.